മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കൃപയാൽ വിശ്വാസം മൂലം രക്ഷയെ ദാനമായി നൽകിയ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷയെ ദാനമായി നൽകിയ നിസ്തുല്യ സ്നേഹത്തെ എന്നെന്നും പാടിടും ആയുസ്സിനന്ത്യം വരെ. ഹല്ലേലൂയ, നിസ്തുല്യ സ്നേഹത്തെ എന്നെന്നും പാടിടും ആയുസ്സിനന്ത്യം വരെ. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാനിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയുടെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് ഒരു വലിയ ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ വന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെന്ന് ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി ഒരു രക്ഷാമാർഗം ഒരുക്കാൻ പ്രസാദിച്ചു. മനുഷ്യൻ്റെ നരകശിക്ഷ പുത്രനായ ദൈവകുഞ്ഞാടിൻ്റെ മേൽ ചുമത്തുവാൻ പിതാവിന് പ്രസാദമുണ്ടായി. അത് വിശ്വസിക്കുക, അതിൽ ആശ്രയിക്കുക, അത് മാത്രം ചെയ്താൽ ആർക്കും ദൈവമക്കളാകാം. പക്ഷേ ഈ കാര്യം ആളുകൾ അറിയണം. ഈ കാര്യം അറിയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ രക്ഷ, മഹാരക്ഷ എന്നതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം എന്നതിനെക്കുറിച്ച് പറയുന്നത്. കാരണം കാൽവറിയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ഒരുക്കപ്പെട്ട ആ രക്ഷ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കാതുകൾക്കരികെ, നമ്മുടെ നാവുകൾക്കരികെ, കയ്യെത്താവുന്ന അകലത്തിൽ ദൈവം എത്തിച്ചു തരികയാണ്. അതിനുള്ള പദ്ധതി ദൈവം ഒരുക്കുകയാണ്. കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. കാണാതെ പോയ ആടിനെ ഇടയൻ കണ്ടെത്തും വരെ അന്വേഷിക്കുന്നു.
അന്വേഷിച്ച് കണ്ടെത്തിയാൽ തോളിലേറ്റ് വീട്ടിലെത്തും വരെ ചുമക്കുന്നു. മനുഷ്യരെല്ലാം കാണാതെ പോയ ആടുകളാണ്. നമ്മുടെ കർത്താവ് അവയ്ക്കിടയനാകാൻ വേണ്ടി പിശാചിനോട് പോരാടി പിശാചിനെ ജയിച്ച് രക്ഷാമാർഗം ഒരുക്കി. ആടുകളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടയൻ ചെല്ലുകയാണ്. ചെന്ന് അവയെ കണ്ടെത്തി തോളിലേറ്റി സ്വർഗം വരെ ചുമക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഏത് മാധ്യമത്തിലൂടെ ആണ് ദൈവത്തെങ്കിലേക്ക് വരാൻ കഴിയുക എന്നുള്ളത് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. അതിന് വ്യത്യസ്ത മാധ്യമങ്ങളാണ് ദൈവം ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ ലളിതമായ ഉപമകൾ പറയുകയുണ്ടായി. വളരെ പ്രസിദ്ധങ്ങളായ മുടിയനായ പുത്രൻ്റെ ഉപമ, നല്ല ശമര്യക്കാരൻ്റെ ഉപമ, ഇങ്ങനെയുള്ള ധാരാളം ഉപമകൾ യേശു ഉപയോഗിച്ചു. 78-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഞാൻ ഉപമ സ്ഥാപിക്കാൻ വായ് തുറക്കും എന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് 1000 വർഷം മുമ്പ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏത് നിസാരനും വിദ്യാവിഹീനനും ആത്മീയ സത്യങ്ങൾ മനസ്സിലാകണം. അപ്പോൾ ഏത് മാധ്യമം ഉപയോഗിക്കണം എന്നുള്ളത് കർത്താവിനറിയാം. നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ യേശു തൻ്റെ ഉള്ളിൽ ജനിക്കാൻ പോകുന്ന കാര്യം മറിയാമിനെ അറിയിച്ചത് ഒരു ദൂതൻ വഴിയാണ്. യോസേഫിനെ, മറിയാമിൻ്റെ ഭർത്താവായ യോസേഫിനെ അറിയിച്ചത് ഒരു സ്വപ്നം വഴിയാണ്. രാത്രിയിൽ തങ്ങളുടെ ആടുകളെ കാത്തുകൊണ്ട് വെളിയിൽ കിടന്ന ഇടയന്മാർക്ക് ഒരു ദൂതൻ വഴിയാണ് ആ കാര്യം അറിയിച്ചത്. യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെല്ലുന്ന സമയത്ത് ശിമ്യോൻ എന്ന വൃദ്ധന്, അതായത് ദൈവാത്മാവിനാലാണ് ഈ ശിശുവാണ് യേശു എന്ന് മനസ്സിലാക്കിച്ചു കൊടുത്തത്. ശിമ്യോൻ വഴിയാണ് ഹന്നയ്ക്ക് മനസ്സിലായത്. വിദ്വാൻമാർക്ക് നക്ഷത്രം വഴിയാണ് യേശുവിൻ്റെ അടുത്ത് വരാൻ കഴിഞ്ഞത്. അന്ത്രയോസിന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടാണ്. പത്രോസ് അന്ത്രയോസ് നിമിത്തമാണ് യേശുവിൻ്റെ അടുക്ക വന്നത്. നഥനയേൽ ഫിലിപ്പോസ് വഴിയാണ് യേശുവിൻ്റെ അടുക്ക വന്നത്. ഷണ്ണനെ രക്ഷയെങ്കിലേക്ക് നയിച്ചത് ഫിലിപ്പോസ് ആണ്. പൗലൂസിൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചത് അനന്യാസിനെ ആണ്. ഇപ്പോൾ ഇതാ കൊർന്നല്യോസിൻ്റെ അടുത്തേക്ക് പത്രോസിനെ അയക്കുകയാണ്. ഇവിടെ യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം ഒരു ദൂതൻ കൊർന്നല്യോസിനോട് പറയുമ്പോൾ പത്രോസിന് ഒരു സ്വപ്നത്തിൽ, ഒരു വിവശത വരുത്തിയ ഒരു സ്വപ്നത്തിൽ ഒരു തുപ്പട്ടിയൊരു ദർശനം നൽകിക്കൊണ്ട് ദൈവം പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമൊന്ന് വിചാരിക്കരുത്. ആ സമയത്താണ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന്, ഇവിടെയാണോ പത്രോസ് താമസിക്കുന്നത്? ഞങ്ങളുടെ യജമാനനോട് ദൈവദൂതൻ പറഞ്ഞു പത്രോസിനെ വരുത്തണം എന്ന്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം കേൾക്കാനുള്ള ആളുകളെ ദൈവം ഒരുക്കും, കേൾപ്പിക്കാനുള്ള ആളുകളെയും ദൈവം ഒരുക്കും. നിനവേക്കാരെ ദൈവം ഒരുക്കിയിട്ടാണ് യോനയെ അങ്ങോട്ട് അയച്ചത്. യെരുശലേമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, നിൻ്റെ സന്ദർശനകാലം നീ അറിയായതുകൊണ്ട് ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടുകോരി നിന്നെ നിലത്ത് തള്ളിയിടുവാൻ ഇടയാകും. ഇവിടെ പൗലൂസിന് ദമസ്കോസിൽ വെച്ച് ദർശനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അനന്യാസിനോട് ദൈവം പറയുകയാണ്, നീ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലുക, അവിടെ പൗലൂസ് എന്നൊരുത്തൻ ഉണ്ട്, നീ അവനോട് സുവിശേഷം പറയണം. ഏത് കാലത്തും അതുതന്നെയാണ്. ഓരോ നാട്ടിലേക്ക് ദൈവം ദൈവദാസന്മാരെ പ്രചോദിപ്പിച്ച് അയക്കുകയും ആളുകളെ അതിനായിട്ട് ഒരുക്കുകയും ചെയ്യുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോവുക, ഒരു കുടം വെള്ളം ചുമന്ന ഒരു മനുഷ്യൻ വരുന്നത് കാണും. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്ന് ഗുരു ചോദിക്കുന്നു, പെസഹ കഴിക്കാനുള്ള ശാല എവിടെ? അപ്പോൾ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും.
അപ്പോൾ യേശുവിന് പെസഹ കഴിക്കാൻ ഒരു ശാല യേശു പറയാതെ ആളൊരുക്കുകയാണ്. യേശുവിന് സഞ്ചരിക്കാനുള്ള കഴുത യേശു പറയാതെ ആളുകൾ ഒരുക്കുകയാണ്. ഏലിയാവിന് പോയി താമസിക്കാൻ ഒരു വീട്, വിധവയുടെ വീട് ദൈവം ഒരുക്കുകയാണ്. ഏലിശയ്ക്ക് വേണ്ടി ശൂന്യംകാരുടെ വീട് ദൈവം ഒരുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി. ദൈവം ആത്മരക്ഷ ഒരുക്കുക മാത്രമല്ല, അത് ആളുകളെ അറിയിക്കുവാൻ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറിയിക്കാൻ, അവർക്ക് ഉപയോഗപ്രദമാകുന്ന മാധ്യമം ഉപയോഗിച്ച് അവരെ അറിയിക്കുവാൻ ദൈവം പ്രസാദിക്കുകയാണ്. അതാണ് ഇവിടെ കൊർന്നേലിയോസിൻ്റെ ജീവിതത്തിൽ, അല്ലെ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി രക്ഷയൊരുക്കുക മാത്രമല്ല, അത് ആളുകളെ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ അവരെ ബോധ്യപ്പെടുത്തി അവരെ ഈ രക്ഷയിങ്കിലേക്ക് ആകർഷിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം, കർത്താവിനെ സ്തുതിക്കാം, നമിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അഹളനാദം വാനിൽ കേൾപ്പാൻ കാലങ്ങളിനിയേറെയില്ല. കാഹളനാദം വാനിൽ കേൾപ്പാൻ കാലങ്ങളിനിയേറെയില്ല. കണ്ണുനീർ തോർന്നിടും, നഷ്ടങ്ങൾ തീർന്നിടും, യേശു വന്നിടുമ്പോൾ. ഹല്ലേലൂയ. കണ്ണുനീർ തോർന്നിടും, നഷ്ടങ്ങൾ തീർന്നിടും, യേശു വന്നിടുമ്പോൾ. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം, വാനിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ. ഹല്ലേലൂയ. വാനിൽ വന്നിടുമേ നമ്മെ ചേർത്തിടുവാൻ ദൂതസേനയോടെ.